വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ 10 ചോദ്യങ്ങൾക്കുള്ള നിങ്ങളുടെ ഉത്തരം യെസ് എന്നാണെങ്കിൽ ഇത് പരിഹരിച്ചതിന് ശേഷം നിങ്ങൾ പ്രഗ്നൻസി നോക്കുക. കാരണം ഇത് പരിഹരിക്കാതെ നമ്മൾ പ്രഗ്നൻസി നോക്കിക്കഴിഞ്ഞാൽ അത് നീണ്ടു പോകുന്നതിനും ഒരുപാട് പേർക്ക് പ്രഗ്നൻസി ആയതിനു ശേഷം അത് നഷ്ടമായി പോകുന്നതിനും ഇത് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് പേർക്ക്, അതായത് ഒരു 10 പേരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 3 പേർക്കോ 4 പേർക്കോ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് PCOD എന്ന് പറയുന്നത്. പല ആളുകളും PCOD ഞങ്ങൾക്ക് ഉണ്ടെന്ന് ഓൾറെഡി തന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നവരുണ്ട്. എന്നാൽ മറ്റു പല ആളുകൾ പീരിയഡ്സ് റെഗുലറായിട്ട് വരുന്നത് കൊണ്ട് എനിക്ക് PCOD ഇല്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണയിൽ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവരൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷേ പ്രഗ്നൻസി കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള ആളുകൾ ഏറ്റവും മസ്റ്റായിട്ട് മനസ്സിലാക്കേണ്ടതാണ് PCODയുടെ ലക്ഷണത്തിനെ പറ്റിയിട്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ ലക്ഷണം ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഓവുലേഷൻ കൃത്യമായിട്ട് നടന്നു കൊള്ളണമെന്നില്ല, പീരിയഡ്സും കൃത്യമായിട്ട് തന്നെ ആയിരിക്കില്ല വരുന്നത്. അപ്പോൾ ഈ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. PCOD എന്ന് പറയുന്നൊരു ബുദ്ധിമുട്ട്, പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് എന്ന് പറയുന്നൊരു ബുദ്ധിമുട്ട് ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്നത് ഓവറീസിനെയാണ്. ഓവറീസിൽ മൂപ്പെത്താതെ തന്നെ ഒരുപാട് അണ്ടം പ്രിമച്ചുറായിട്ട് വളർന്നു നിൽക്കുന്നതിനും ഇത് പൊട്ടാതെ അങ്ങനെ തന്നെ നിന്നിട്ട് നമുക്ക് ഫോളിക്കിൾസിന്റെ അളവ് കുറയുന്നതിനുമൊക്കെ ഇത് കാരണമാവുന്നുണ്ട്. ഈസ്ട്രജന്റെയും പ്രൊജസ്ട്രോണിന്റെയും ബാലൻസിനെ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്മച്യൂർ ആയിട്ടും പാർഷ്യലി മെച്യൂർ ആയിട്ടുള്ള അണ്ടം ഓവറീസിൽ തിങ്ങുന്നതിനും ഇത് കാരണമാവുന്നു. ഓരോ മാസവും നമുക്ക് മൂപ്പെത്തി വളരേണ്ട അണ്ടം ഒറ്റയടിക്ക് തന്നെ പ്രിമച്ചുറായിട്ട് നിന്ന് പോയി കഴിഞ്ഞാൽ പല ആളുകൾക്കും അത് അവരുടെ ഫെർട്ടിലിറ്റിയെ തന്നെ സാരമായിട്ട് ബാധിക്കുന്നതിന് കാരണമാവുന്നു. അപ്പോൾ ഇതിന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. PCOD ഓൾറെഡി ഡിറ്റക്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഈ ലക്ഷണങ്ങളൊക്കെ അവരുടെ ശരീരത്തിൽ കാണാനായിട്ട് സാധിക്കും. എന്നാൽ അങ്ങനെ അല്ലാത്ത ആളുകൾക്ക്, ഞങ്ങൾക്ക് കൃത്യമായിട്ട് പീരിയഡ്സ് വരുന്നുണ്ടല്ലോ ചേച്ചി, അപ്പോൾ ഓവുലേഷൻ നടക്കുന്നുണ്ടാകും, അപ്പോൾ ഞങ്ങൾക്ക് PCOD ഉണ്ടാവില്ല എന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകൾ ഈ 10 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും വിസിബിൾ ആയിട്ട് നിങ്ങൾക്ക് ശരീരത്തിൽ കാണുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണുക, പരിശോധിക്കുക, AMH ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് PCOD ഉണ്ടോ എന്ന് കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും. PCOD എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈലിൽ നമുക്കുണ്ടാകുന്ന ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്ന ഒരു ഇൽനെസ് ആണ്. നമ്മളുടെ ആ ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, അതായത് നമ്മൾ ഒട്ടും തന്നെ ആരോഗ്യം പ്രോപ്പറായിട്ട് നോക്കാതെ, എക്സസൈസുകൾ ഒന്നും ചെയ്യാതെ, ഫുഡ് കഴിക്കുക, വിശ്രമിക്കുക, അല്ലെങ്കിൽ ഒരുപാട് ദേഹം അനങ്ങിയിട്ടുള്ള ജോലികളൊന്നും ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മൾ പുറത്തുനിന്ന് വയ്ക്കുന്ന ഭക്ഷണങ്ങളിലോ മറ്റോ ഹോർമോണൽ ഇംബാലൻസസ് ഡയറക്റ്റ് ആയിട്ട് ഇത് ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ടും പല സ്ത്രീകൾക്കും PCOD ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് പേര് പറയുന്നുണ്ട്, ചേച്ചി പുറത്തുനിന്ന് ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല, ഞങ്ങളുടെ വെയിറ്റ് ഒക്കെ നോർമലാണ്, പക്ഷേ ലീൻ PCOD എന്ന് പറയുന്നൊരു കണ്ടീഷൻ വെച്ചിട്ട് അവർക്കും അത് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാക്കുന്നതിന് കാരണമാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ലക്ഷണങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. PCOD ഏറ്റവും ആദ്യം നമുക്ക് അഫക്റ്റ് ചെയ്തു വരുന്നത് നമ്മുടെ ഓവറീസിനെയാണ്. അതുപോലെ തന്നെ ഈ ഒരു വ്യത്യാസം നമുക്ക് ഉണ്ടാകുമ്പോഴേക്കും പല ആളുകൾക്കും ഓവുലേഷൻ നടക്കുന്ന ചേഞ്ചസ് ശരീരത്തിൽ കൃത്യമായിട്ട് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓവുലേഷൻ നടക്കുമ്പോൾ ഡിസ്ചാർജ് ഉണ്ടാവില്ല, ഡ്രൈനെസ് ആയിരിക്കും. ചില ആളുകൾക്ക് ഓവുലേഷൻ തന്നെ സ്റ്റോപ്പ് ആയി പോകും, യാതൊരു തരത്തിലുള്ള ഓവുലേഷൻ സിംറ്റംസും ഉണ്ടാവില്ല. അതാണ് ഏറ്റവും ആദ്യത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്. രണ്ടാമത്തേന്ന് പറയുന്നത് ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിളാണ്. എനിക്ക് എല്ലാ മാസവും ബ്ലീഡിങ് വരുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്കൊരു 1.5 മാസം കൂടുമ്പോൾ 2 മാസം കൂടുമ്പോൾ ബ്ലീഡിങ് വരുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ എനിക്ക് എന്താ പ്രശ്നം എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അതായത് നമുക്ക് 21 ദിവസത്തിനും 35 ദിവസത്തിനും ഇടയിലല്ല നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ എന്നാണ് വിളിക്കേണ്ടത്. ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ ആകുമ്പോഴേക്കും നമുക്ക് ബ്ലീഡിങ് ഉണ്ടാകും, പക്ഷേ ഓവുലേഷൻ നടന്നുകൊള്ളണമെന്നില്ല. കാരണം അണ്ടവും ബീജവും തമ്മിൽ ജോയിൻ ചെയ്യുന്നതിനും അണ്ടം പ്രോപ്പറായിട്ട് പ്രിപ്പയർ ആകുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ടൈം പീരീഡ് നമ്മളുടെ ശരീരത്തിന് പ്രോപ്പറായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസസ് ഉള്ളപ്പോൾ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ നിങ്ങൾക്ക് പോകുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി 21നും 35നും ഇടയിൽ തന്നെയാണ് നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നതെങ്കിൽ കൂടി തന്നെയും ഒരു മാസം 21, അടുത്ത മാസം 29, അടുത്ത മാസം വീണ്ടും 21, പിന്നത്തെ മാസം 30, ഇങ്ങനെയാണ് നിങ്ങൾക്ക് ബ്ലീഡിങ് പോകുന്നതെങ്കിൽ അതും ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിളാണ്. അങ്ങനെയുള്ളവരും ഡോക്ടറെ കണ്ട് ചെറുതായിട്ടൊരു ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. രണ്ടാമത്തേതെന്ന് പറയുന്നത് മെൻസ്ട്രേഷൻ സ്റ്റോപ്പായി പോകുന്നത്. ചില ആളുകൾക്ക് PCOD ഉണ്ടാകുമ്പോൾ 2 മാസം, 3 മാസം, 8 മാസം, 10 മാസം, ചിലർക്ക് 1 കൊല്ലം വരെ PCOD ഉണ്ടെങ്കിൽ മെൻസ്ട്രേഷൻ സ്റ്റോപ്പായി പോകാറുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് പീരിയഡ്സ് സ്കിപ്പായി പോകുന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ചാനലിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, ചേച്ചി 3-4 മാസമായി പീരിയഡ്സ് മിസ്സായിട്ട്, ഞാൻ 4 വട്ടവും അതിൽ കൂടുതൽ തവണയും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കി, പക്ഷേ കിട്ടുന്നില്ല. അങ്ങനെ വരുന്നവർ അടുത്തതായിട്ട് കാണേണ്ടത് ഡോക്ടറെയാണ്. നമുക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉള്ളതെന്ന് മനസ്സിലാക്കണം. ചില ആളുകൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മെഡിസിൻ മേടിച്ച് കഴിക്കുകയോ മറ്റുള്ള
ആളുകൾ പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാനായിട്ടുള്ള മെഡിസിൻസ് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഉപയോഗിക്കുകയോ ചെയ്യുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ആ റൂട്ടിൽ നിന്ന് തന്നെ അതിനെ പിഴുതെറിയാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല എങ്കിൽ ആ ഒരു മെഡിസിനിൽ തന്നെ നമ്മൾ നിൽക്കേണ്ടി വരും. ഫെർട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തെ അത് സാരമായിട്ട് തന്നെ അഫക്ട് ചെയ്യുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പീരിയഡ്സ് മിസ്സാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ പോയി കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മെഡിസിൻ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. മൂന്നാമത്തെ ലക്ഷണമാണ് ഹെവി ബ്ലീഡിങ്. ചില ആളുകൾക്ക് ഒരു ദിവസം 5-6 പാഡൊക്കെ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഭയങ്കര ലെസ് ആയിരിക്കും ബ്ലീഡിങ് ഉണ്ടാകുന്നത്. ഒരു ദിവസം ഒരു പാഡ് പോലും ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരില്ല. ഇങ്ങനെ ആ ഒരു ത്രൂ ഔട്ട് ആ ഒരു മെൻസ്ട്രേഷൻ്റെ ആ ഒരു ടൈം മൊത്തം അങ്ങനെ പോകുന്ന ആളുകളും ഉണ്ട് കേട്ടോ. അടുത്ത നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. നമ്മളുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡാർക്കണായി പോകുന്നു. എസ്പെഷ്യലി നമ്മുടെ നെക്കിൻ്റെ പോർഷൻ, നമ്മുടെ കാലിൻ്റെ ഇടുക്കിൻ്റെ പോർഷൻ, അതുപോലെ നമ്മളുടെ കണ്ണിനവിടെ, മൂക്കിനവിടെയൊക്കെ ഈ ഒരു കറുത്ത തരത്തിലുള്ള പാടുകൾ കൂടുതലായിട്ടും വരുന്നു. ഹോർമോണൽ ഇംബാലൻസസ് നമുക്ക് തുടർച്ചയായിട്ട് ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഈസ്ട്രജൻ ഹോർമോണിന്റെ ഒരു ഡൊമിനൻസ് PCOD ഉള്ള സ്ത്രീകളിൽ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുമൂലമാണ് ഈ ലക്ഷണം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അടുത്ത ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ കൂടുതലായിട്ടും ഹെയർ ഗ്രോ ചെയ്യുക. ചില പെണ്ണുങ്ങളെ കാണുമ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കില്ല, ഇതെന്താ മീശി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ചിലർക്ക് താടി ഉള്ളതുപോലെ ഉണ്ടാകും. അങ്ങനെയൊക്കെയെന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ അവരെ കളിയാക്കുന്നുണ്ടാകും. പക്ഷെ പലർക്കും ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസസ് കൊണ്ടായിരിക്കും. നമുക്ക് ഫേസിൽ താടി പോലെ വരുന്നതും അതുപോലെ മൂക്കിൻ്റെ അവിടെ ഒരു ഒമ്മം പോലെയൊക്കെ വരുന്നതും. അങ്ങനെ നിങ്ങൾക്ക് മാറ്റം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ടു നോക്കണം. PCOD ആവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്ത ലക്ഷണമാണ് നമുക്ക് ഹെയർ ലോസ് ഭയങ്കരമായിട്ടുണ്ടാവുക. അതായത് നമുക്ക് ഭയങ്കര മുടി കൊഴിച്ചിൽ അനുഭവപ്പെടുക. നമുക്കവിടെ ഹോർമോൺസ് സ്റ്റേബിൾ ആണെങ്കിൽ മാത്രമേ മുടി നമുക്ക് നല്ല രീതിയിൽ ഗ്രോ ആവുകയുള്ളൂ. പ്രഗ്നൻസി ടൈമിൽ ഒട്ടുമിക്ക സ്ത്രീകൾക്ക് മുടി വളരാറുണ്ട്. കാരണം ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ അങ്ങനെ എല്ലാ ഹോർമോൺസും നമ്മുടെ ശരീരത്തിൽ കൂടും. അതുപോലെ നമ്മൾ നല്ല രീതിക്ക് വിറ്റമിൻസിന്റെ സപ്ലിമെന്റ്സ് എടുക്കും, നമ്മൾ നല്ല നല്ല ഫുഡ് കഴിക്കും. പിന്നെ വേറെ എന്തെങ്കിലും വേണോ, നമ്മുടെ മുടി നല്ലപോലെ തഴച്ച് വളരാനായിട്ട് ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ PCOD ഉള്ള സ്ത്രീകളിലും നമുക്ക് ഈ തലമുടി കൊഴിച്ചിൽ നല്ലതുപോലെ ഉണ്ടാവാറുണ്ട്. മുടി കൊഴിച്ചിൽ ഉണ്ടാകുമ്പോഴേക്കും പലപ്പോഴും നമ്മൾ പഴിചാരി വെക്കുന്നത് നമുക്ക് മുടി വെള്ളം കൊള്ളാത്തതായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഞാൻ മുടി നല്ലോണം നമ്മൾ നോക്കാത്തതുകൊണ്ടായിരിക്കും ഹെയർ ലോസ് ഉണ്ടാകുന്നതെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഒരുപാട് ഹെയർ ലോസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ പോയി കാണണം. ഇപ്പോൾ യൂട്യൂബിലാണെങ്കിൽ ഒരുപാട് വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ പരീക്ഷിക്കുന്നതിന് മുൻപ് ഡോക്ടറെ പോയി കാണണം. കാരണം തൈറോയ്ഡ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ PCOD ഉണ്ടെങ്കിലോ ഒബിസിറ്റി ഉണ്ടെങ്കിലോ ഒക്കെ നമുക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അത് ക്യൂർ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് പുതിയ മുടി വളരാനായിട്ട് തുടങ്ങും. നമ്മുടെ ഹെയർ ഫോൾ അവിടെ സ്വിച്ച് ഇട്ട പോലെ നിൽക്കാനായിട്ടും അത് സഹായിക്കും കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് ക്ഷീണമാണ്. നമുക്ക് PCOD ഉള്ള ആളുകൾക്ക് കണ്ടിന്യൂസ് തളർച്ചയും ക്ഷീണം ഉണ്ടാകും. കാരണം ഒരു ഹോർമോൺ ശരീരത്തിൽ കൂടുമ്പോഴേക്കും അതിനനുസരിച്ച് നമുക്ക് ആ ഹോർമോൺ ഇൻക്രീസ് ആകുമ്പോൾ ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സും ഉണ്ടാകും. പ്രൊജസ്ട്രോൺ ഹോർമോൺ ഇൻക്രീസ് ആകുമ്പോൾ തളർച്ചയും ക്ഷീണവും വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് ഈസ്ട്രജൻ ഹോർമോൺ ശരീരത്തിൽ കൂടുമ്പോഴും നിങ്ങൾക്ക് ക്ഷീണവും തളർച്ചയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകും. കുറച്ചു നേരം നമുക്ക് നിന്നുകൊണ്ട് മര്യാദക്ക് പണിയെടുക്കാൻ പറ്റാതെ വരിക, എപ്പോഴും കിടക്കണമെന്നും വിശ്രമിക്കണമെന്നും നമുക്ക് തോന്നുക, ഇതെല്ലാം ആ ഒരു PCOD ഉള്ള സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് കേട്ടോ. അടുത്തതാണ് നമ്മുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടി വരിക. നമ്മളിപ്പോൾ സാധാരണ ഒരു വെയിറ്റിൽ പോകുന്ന ഒരാൾക്ക് പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ഉണ്ടാകും. നമ്മൾ എന്താ പറയുക, 1 മാസം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ തന്നെ 6 കിലോ ഒക്കെ ഒറ്റയടിക്ക് വെയിറ്റ് കൂടുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ കൂടി വരുന്നത് പലപ്പോഴും ആ ഒരു ഹോർമോണൽ ഇംബാലൻസസ് കൊണ്ടാണ്. പക്ഷേ ചില സ്ത്രീകളിൽ PCOD ഉണ്ടെങ്കിലും വെയിറ്റ് കുറവായിരിക്കും. ലീൻ PCOD എന്ന് പറയുന്നൊരു കണ്ടീഷൻ പല സ്ത്രീകൾക്കും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ആ ഒരു PCOD ഉണ്ടെങ്കിലും നമ്മളുടെ ഭക്ഷണ രീതിയൊക്കെ ശ്രദ്ധിക്കുക, ഫെർട്ടിലിറ്റി എക്സസൈസ് ഒക്കെ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. ഏറ്റവും കൂടുതൽ പല സ്ത്രീകളും ഇതുമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഏറ്റവും ലാസ്റ്റത്തെ സിംറ്റം എന്ന് പറയുന്നത് ഇൻഫെർട്ടിലിറ്റിയാണ്. പ്രഗ്നന്റ് ആകാൻ സാധിക്കാത്ത സിറ്റുവേഷൻ. കാരണം നമുക്ക് അണ്ടം വളരുന്നില്ല, വളർന്ന് മൂപ്പെത്തിയത് പൊട്ടുന്നില്ല. നമ്മളിപ്പോൾ സാധാരണയായിട്ട് അണ്ടം വളരാൻ വേണ്ടിയിട്ട് ലെട്രസോളോ ക്ലോമഫിൻ സിട്രേറ്റോ ഗൊണാഡോട്രോഫിൻ ഇഞ്ചക്ഷനോ ഒക്കെ വെച്ചിട്ട് നമ്മൾ അണ്ടം അങ്ങോട്ട് പൊട്ടിച്ചു വിട്ടാലും അതിന് ഒരു സ്പേമുമായിട്ട് ജോയിൻ ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി അവിടെ ഉണ്ടാവില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ പ്രഗ്നൻസി പോസിബിൾ അല്ല. നമ്മൾ ഒരുപാട് ഇഞ്ചക്ഷൻസ് എടുക്കുന്നു എന്ന് മാത്രമേ അവിടെ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ചില സിറ്റുവേഷനിൽ നമുക്ക് വരുന്നതാണ് ഈ ഒരു ഇഞ്ചക്ഷനൊക്കെ നമ്മൾ എടുത്തതിന് ശേഷം പിന്നീട് അങ്ങോട്ടേക്കും ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇഞ്ചക്ഷൻ എടുത്തു പോവുക. നമുക്ക് എന്താണോ ബുദ്ധിമുട്ട് അതിനെ ക്യൂർ ചെയ്തിട്ട് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അതിന്റെ എഫക്ട് ശരീരത്തിൽ കിട്ടും. അത് ചെയ്യാതെ നമ്മൾ PCOD കൺട്രോൾ ചെയ്യാതെ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റുകൾ ഫർദർ ആയിട്ട് നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ, ഈവൻ IUI ആണെങ്കിലും IVF ആണെങ്കിലും ചിലപ്പോൾ അവിടെ പ്രഗ്നൻസി പോസിബിൾ ആയിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള ആളുകളും കൂടി PCOD യുടെ ഒരു സിറ്റുവേഷൻ ഒന്ന് കൺട്രോൾ ചെയ്ത് ക്യൂർ ചെയ്തിട്ട് പ്രഗ്നൻസി നോക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്.
PCOD ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ശ്രദ്ധിക്കുക, അരിയാഹാരം കുറയ്ക്കുക, അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് കുറയ്ക്കുക, പാക്കിൽ വരുന്ന അതായത് ഇപ്പോൾ വറപലഹാരങ്ങൾ ഉണ്ടാവുമല്ലോ, എണ്ണ പലഹാരങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ നമ്മൾ കുറയ്ക്കുക. മൈദയുടെ ഉപയോഗം നമ്മൾ കുറയ്ക്കുക. ധാരാളം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫൈബർ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഫെർട്ടിലിറ്റി എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. PCODയുടെ ബുദ്ധിമുട്ടുണ്ടായിട്ടും വണ്ണം നല്ലതുപോലെ കൂടാത്ത ആളുകൾ ഫെർട്ടിലിറ്റി എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. ഈ എക്സസൈസ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ്. നമ്മുടെ അണ്ടത്തിലോട്ടും ബീജത്തിലോട്ടും ഒക്കെയുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അണ്ടവും ബീജവും തമ്മിൽ ജോയിൻ ആയതിനു ശേഷം നമുക്ക് അവിടെ ബീജസങ്കലനം നടന്നിട്ട് ഇംപ്ലാന്റേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സിലും ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതെല്ലാം ശ്രദ്ധിക്കാതെ നമ്മളിപ്പോൾ ചില ആളുകൾ പറയുന്നുണ്ട്, ചേച്ചി ട്രീറ്റ്മെന്റ് എടുത്തു, അടുത്ത മാസം തന്നെ കൺസീവ് ആയി, പക്ഷെ 2 മാസം വരെ നീണ്ടു നിന്നുള്ളൂ, നഷ്ടമായി പോയി എന്ന് പറയുന്നവരുണ്ട്. ക്വാളിറ്റി എഗ്ഗിന് കുറയുമ്പോഴാണ് ഈ ഒരു മിസ്റ്റേക്ക് സംഭവിക്കുന്നത് കേട്ടോ. അങ്ങനെയുള്ള ആളുകളും ഈ ഒരു പ്രവർത്തനമൊക്കെ ചെയ്തിട്ട് PCOD കൺട്രോൾഡ് ആക്കിയിട്ട് നിങ്ങൾ ഫർദർ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.